ഇനി നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് വരുന്നത്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ലൈബ്രറി തുടങ്ങാൻ ജീവനക്കാരനായ ഒരാൾ വഹിച്ച പങ്കിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വലിയ വായനക്കാരനാണ്, ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ജൂനിയർ ലാബ് അസിസ്റ്റൻ്റായ ആൾ അദ്ദേഹമാണ്. സത്യത്തിൽ അദ്ദേഹത്തിനെ പറ്റി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് നയിച്ചത്. തിരുവനന്തപുരം വെറ്റിക്കോണം സ്വദേശിയായ ജയകുമാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പൂർണ്ണ സമയവും വായനയ്ക്കായി നീക്കിവെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഒരു ആധുനിക നഗരമാക്കി വികസിപ്പിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. ദിവാനായ സർ ടി മാധവറാവും ചീഫ് എഞ്ചിനീയറായ വില്യം ബാർട്ടണും രാജാവിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. ജനിച്ചു വളർന്ന നഗരത്തോട് തോന്നിയ ഇഷ്ടം, ആ ഇഷ്ടം വായനയിലൂടെ വളർത്താൻ ഇറങ്ങിത്തിരിച്ചയാൾ. ശൈശവം, ബാല്യം, യൗവനം, ഇനി വാർദ്ധക്യത്തിലേക്ക് എല്ലാം അലിഞ്ഞു ചേർന്ന തിരുവനന്തപുരത്താണ്. പട്ടം രാമേന്ദ്രൻ നായരുടെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം എന്നുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് വായിച്ചാണ് ആദ്യമായിട്ട് പേരുക്കട ബാബുജി ഗ്രന്ഥശാലയിൽ നിന്ന് എടുത്താണ് അത് വായിക്കണം. തിരുക്കൊച്ചി സംയോജനത്തിന്റെ 2ാം വാർഷികത്തിൽ PRD പുറത്തിറക്കിയ മാസിക കയ്യിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജും SAT ആശുപത്രിയും പ്രാരംഭഘട്ടത്തിൽ എത്തരത്തിലായിരുന്നു എന്ന ചിത്രവും അതിലുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അതേ മെഡിക്കൽ കോളേജിൽ ജയകുമാർ ജോലിക്ക് പ്രവേശിച്ചത് വിധി ഒളിപ്പിച്ച രസകരമായ ട്വിസ്റ്റ്. ഒടുവിൽ വായനക്കാരന്റെ ഇഷ്ടം ജോലിസ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ വായനശാല ഉണ്ടാകാൻ കാരണമായവരിൽ ഒരാൾ ജയകുമാറാണ്. മാതൃഭൂമി പത്രത്തിൽ വായനാ ദിനത്തിന് എന്നെ പറ്റിയ ഒരു വാർത്ത വന്നു. ആ വാർത്തയാണ് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ സഹായത്തോടെയാണ് അവിടെ ലൈബ്രറി തുടങ്ങിയത്. ബോഡിയുടെ കൂടെ പറഞ്ഞ ബന്ധുക്കളൊന്നും അങ്ങനെ പുസ്തകമൊന്നും എടുക്കില്ല. വായിക്കാൻ കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസമായിരിക്കുമെന്ന്. ബോഡി ബന്ധോസ് ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞില്ലേ, പോലീസുകാർ അവർ പോകുന്നവരെയൊക്കെ എടുത്ത് വായിക്കും. വായനാ ദിനത്തിന് മാതൃഭൂമി പത്രത്തിൽ തന്ന വാർത്ത കണ്ടിട്ട് വീണ മാഡം, ആരോഗ്യവകുപ്പ് മന്ത്രി, എന്നെ വിളിച്ചിരുന്നു. വീടൊക്കെ സന്ദർശിക്കാമെന്ന് പറഞ്ഞ് വന്നില്ല. എങ്കിലും വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 1929 ഉള്ളൂർ എസ് പരമേശ്വരയ്യ ആദ്യമായി പ്രസിദ്ധീകരിച്ച അരുണോദയം എന്നൊരു പുസ്തകവും, പിന്നെ പബ്ലിക് റിലേഷൻ വകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രൂപീകരിക്കുന്ന സമയത്ത് പുറത്തിറക്കിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി, അതിൻ്റെ രൂപീകരണത്തിനെ പറ്റി നൽകിയ ഒരു വാർത്ത, അത് മാഡത്തിനെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യനായി വിരമിച്ച ശേഷം മുഴുവൻ സമയവും തന്റെ വായനാമുറിയിലാണ് ജയകുമാർ. 15 വയസ്സ് മുതൽ തുടങ്ങിയ യാത്രയാണ്. കടന്നു വന്ന വഴികളൊക്കെയും വായനായിടമാക്കിയ ആളാണ്. ഇന്നും ആ യാത്ര തുടരുകയാണ്. അനൂപിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇതിൽ ആ മോർച്ചറിയോട് ചേർന്ന് ലൈബ്രറി വരുന്ന ആ വാർത്ത, അതും നമ്മൾ തത്സമയ റിപ്പോർട്ടറിൽ കുറേ നാളുകൾക്ക് മുമ്പ് പങ്കുവച്ചാണ്. അതൊരു കൗതുകരമായ കാഴ്ചയായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെക്കുറിച്ച് കൂടി ഇപ്പോൾ നമുക്ക് പറയാനൊരു ഭാഗ്യം ഉണ്ടാവുകയാണ്. രാഹുൽ ജി നാഥ് തന്നെ പറയും. രാഹുലെ, ഇത്രയധികം വായിക്കുക, അതിനെ എങ്ങനെ ഇഷ്ടപ്പെടുക, അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് അങ്ങനെ ഒരു വായനാ ഇടം ഒരുക്കാൻ കഴിയുക, എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് സംതൃപ്തിയുള്ള ഒരു കാര്യം അല്ലേ? അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ കുറേയധികം പുസ്തകങ്ങളുള്ള ഔദ്യോഗിക ജീവിതത്തിൽ നിന്നൊക്കെ വിരമിച്ച് പിന്നീട് വായനയ്ക്കായി ജീവിതം മാറ്റിവെച്ച, എന്നാൽ ഈ കടന്നു വന്ന ഈ വഴിയിലൊക്കെ വായനയെ വിടാതെ മുറുകെ പിടിച്ചൊരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. സ്റ്റോറിയും അങ്ങനെ തന്നെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് എവിടെയാണ് ജോലി ചെയ്തത്. അത് മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ആ വായനയുടെ കഥയറിഞ്ഞ്, ആ വായനയുടെ അത്രമാത്രം വലുതായ അഗാധമായ വായനയുള്ള ആ കരുത്തുള്ള മനുഷ്യനാണ് ഏറ്റവും ഒടുവിൽ ഈ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ലൈബ്രറി ഉണ്ടാക്കാമെന്നുള്ള ആശയത്തിന് പിന്നിൽ എന്നറിഞ്ഞപ്പോൾ കുറച്ചുകൂടി നമുക്ക് ചെന്ന് നിന്നപ്പോൾ അത്ഭുതമായി. കാരണം മാതൃഭൂമി പത്രം തന്നെയാണ് അതിന് കാരണമാകുന്നത്. വായനാ ദിനത്തിൽ ഈ മോർച്ചറിയിൽ എത്തുന്നവർ നോക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാരൻ, ലാബ് അസിസ്റ്റൻ്റായ ജീവനക്കാരൻ പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ അത് തന്നെ കൗതുകത്തിന് കാരണമായി. അത് വാർത്തയായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ 2 പുസ്തകങ്ങളുമായി കാത്തിരിക്കുകയാണ്. ആ പുസ്തകം കാണാൻ വരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിയാണ്, തിരക്കാണ്, അതെല്ലാം ജയകുമാർ എന്ന് പറയുന്ന വായനക്കാരൻ അറിയാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആ അഭിനന്ദനങ്ങൾ അറിയിച്ചതിൽ വലിയ സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ വാർത്തയിലൂടെയാണ് എന്തുകൊണ്ട് ഇവിടെ ജയകുമാർ എന്ന് വായിക്കുന്ന ഇവിടം
നമുക്ക് പുസ്തകങ്ങൾ കൊണ്ട് നിറച്ചുകൂടാ എന്നുള്ള ചിന്ത വരുന്നു എന്നുള്ളതാണ്. ഒരാളുടെ വായനാ ജീവിതം അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങിയ ഒരു ശീലം അതെങ്ങനെ ഒരിടത്തെ മാറ്റിമറിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ കഥയിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അങ്ങനെ മോർച്ചറിയിൽ നമ്മളെല്ലാം മുൻപ് വാർത്ത കൊടുത്തതുപോലെ മാസങ്ങൾക്ക് മുൻപ് ഒരു വായനശാല വരുന്നു. അങ്ങനെ പറഞ്ഞതുപോലെ പോലീസുകാരുൾപ്പെടെയുള്ളവർ എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരിക്കില്ല അവിടെ വരുന്നത്. പോലീസുകാരുൾപ്പെടെയുള്ളവർ വായനയിലേക്ക് കടക്കും. അവരുടെ ഒരു മാനസികാഘാതം കുറയ്ക്കാൻ ഒരുപക്ഷെ അക്ഷരങ്ങൾ പുസ്തകങ്ങളൊക്കെ കൂട്ടാകും എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പം അതിനെ വഴിനയിച്ച അദ്ദേഹത്തെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അദ്ദേഹത്തിന്റെ വായന തുടരട്ടെ. ശരി.